പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഇന്ന് ഹൃദയത്തെ തൊടുക. ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായ പ്രത്യാശ വർദ്ധിക്കത്തക്ക നിലയിൽ, കർത്താവിനെ വിശ്വസിക്കത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന, ദൈവശക്തി പകരപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി തീരുവാൻ ഇടയാകട്ടെ. 119 സങ്കീർത്തനം 126 വാക്യം: യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി ഈ ദൂത് പകരുക. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. സമയമായി എന്നൊരു തിരിച്ചറിവ് ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവനിയോഗം പുറത്തു വരിക, വാക്കുകളിലൂടെ പുറത്തു വരിക. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, ഇത് സമയമായി. ഞാൻ എൻ്റെ സമയത്ത് പ്രവർത്തിക്കും, തക്ക സമയത്ത് പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും എന്ന ദൈവം പറഞ്ഞ ആലോചനകളുടെ മേൽ, ദൈവം അരുളി ചെയ്ത അരുളപ്പാടിൻ്റെ അതിൻ്റെ നിവൃത്തിയും പൂർത്തീകരണവും കണ്ട് സന്തോഷിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന ദൂത്, ഇത് സമയമായി. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് നിരാശയോടെയാണോ? ഇന്ന് ഒത്തിരി ഭാരത്തോടെയാണോ? നിരാശയുടെ ഗർത്തത്തിൽ വീണതുപോലെയാണോ? നിരാശയുടെ നീർക്കയത്തിൽ വീണൊരവസ്ഥയാണോ ജീവിതത്തിൻ്റെ സ്ഥിതിയിലായിരിക്കുന്നത്? പരിശുദ്ധാത്മ കരം പിടിച്ച് ഇന്ന് പകൽ ഉയർത്തിയെടുക്കുന്നൊരു ദിവസമാണ്. ആ മേഖലയെ തുടച്ചു മാറ്റി അത്ഭുതത്തിൻ്റെ ദൂത് കൈമാറുന്നു. സമയമായി, സമയമായി. എൻ്റെ വിഷയത്തെ തൊടാൻ സമയമായി. എൻ്റെ തലമുറയുടെ വിഷയത്തെ തൊടാൻ സമയമായി. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ തൊടാൻ സമയമായി. എൻ്റെ കുടുംബത്തിൻ്റെ ഭിന്നതകളെ മാറ്റുവാൻ സമയമായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വിശ്വസിക്കട്ടെ. ഈ താഴ്ചയെ മാറ്റുവാൻ ദൈവത്തിൻ്റെ സമയമായി. എന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ സമയമായി. എന്നെ വിടുവിപ്പാൻ ദൈവത്തിൻ്റെ സമയമായി. ഇന്ന് ഹൃദയതലങ്ങളിൽ ഈ ദൂത് കുറിച്ചിടുവാൻ പരിശുദ്ധാത്മാവ് ആലോചന വെളിപ്പെടുത്തുക. സമയമായെന്നേ ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന സമയമായി. നോക്കിയിരുന്ന, കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഷയത്തിന്മേൽ ഒരത്ഭുതം നടക്കുക സമയമായെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ആർക്കും ദുർബലമാക്കാൻ കഴിയാത്ത, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത, ആർക്കും തകർത്തു കളയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ ഇതാ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. ഇത് ശത്രുവിൻ്റെ സമയമല്ല കേട്ടോ. മനസ്സിനെ ഭാരപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പൈതലേ ഇനി അനുവദിക്കരുത്. കാരണം അത് ശത്രുവിൻ്റെ സമയങ്ങൾ, കാലങ്ങൾ കഴിഞ്ഞ അനുഭവങ്ങളായിരുന്നെങ്കിൽ ഇത് യഹോവേ നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാ, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാ. സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് ഉണരുക, തൻ്റെ ഹൃദയം ഉണരുക, തൻ്റെ മനസ്സ് ഉണരുക. താൻ പ്രാർത്ഥനയിലും പ്രതീക്ഷയുടെ വെച്ച വിഷയത്തിന്മേൽ തൻ്റെ ഹൃദയത്തിൻ്റെ ആ വാഞ്ച കണ്ടുകൊണ്ട് ദൈവം അവനെ ഉണർത്തുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് ഇടപെടുന്നു. പൊടികൊടഞ്ഞു കളയുന്നത് പോലെ ആ നിരാശ മാറട്ടെ, ഹൃദയത്തിൻ്റെ ശൂന്യത മാറട്ടെ. ഇത് സമയമാണ്, ഇത് ദൈവത്തിൻ്റെ സമയമാണ്. എന്നെ അനുഗ്രഹിപ്പാൻ ദൈവം കണ്ട സമയമാണ്. എന്നെ പുറപ്പെടുവിക്കുക ദൈവം കണ്ട സമയമാണ്. എൻ്റെ കർത്താവിൻ്റെ സമയത്തെ ഞാൻ തിരിച്ചറിയുന്നു എന്ന് ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സാഹചര്യം മോശം കേട്ടോ, സാഹചര്യം ശൂന്യമാ. സാഹചര്യത്തിൻ്റെ അവസ്ഥ നോക്കിയല്ല ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. കാരാഗ്രഹമാണെങ്കിലും പ്രയാസപ്പെടണ്ട, മരുഭൂമിയാണെങ്കിലും പ്രയാസപ്പെടണ്ട. നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിലാ, ദൈവപ്രവൃത്തിയുടെ സമയത്തിലാ.
ദൈവഷ്ടം വെളിപ്പെടാൻ പോകുന്ന സമയത്തിലാ, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം അത് പൂവണിയുന്ന സമയത്തിലാ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇന്ന് വിശ്വസിച്ച് ദൂതേറ്റെടുക്കട്ടെ. സമയമായി, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ സമയമായി. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സമയമായി. ദൈവാത്മാ ഈ ദൂത് ആഴത്തില ഹൃദയങ്ങളിൽ പകരുന്നത് തലമുറയെ സഹായിക്കുവാനുള്ള സമയമാകട്ടെ. വാഗ്ദത്തങ്ങളിൽ നടപ്പി വരുത്തുവാനുള്ള സമയമായിരിക്കുക. വിശ്വസിക്കട്ടെ, ഹൃദയം സന്തോഷിക്കട്ടെ, ഹൃദയം ആനന്ദിക്കട്ടെ, ദൂതേറ്റെടുക്കട്ടെ. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി, അങ്ങയുടെ ദൂതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവം ഇടപെട്ട ശബ്ദം സമയമായി നോക്കിയിരുന്ന സമയം, കാത്തിരുന്ന സമയം, അതിതാണല്ലോ കർത്താവേ. ഈ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൂത് ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മ പകർന്ന് ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.